ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇത് നമ്മൾ ബീഹാർ സ്റ്റൈലിലൊക്കെ കാണുന്ന രാജ്മയുടെ കറിയാണ് കേട്ടോ. ഇതാ വലിയ ഒരു ബീൻസിൻ്റെ കറിയാണ്. അപ്പോൾ അത് ഞാൻ അവരുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ചിക്കൻ കറി, ഇങ്ങനെ മട്ടൺ കറി, മീറ്റ് കറിയൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ, ആ ഒരു ടേസ്റ്റിൽ, ആ ഒരു ടെക്സ്ചറിൽ കിട്ടുന്ന ഒരു കറിയും കൂടിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ 2 കപ്പോളം ഞാൻ രാജ്മ ബീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഞാനിങ്ങനെ നല്ല റോസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഓയിലിലോട്ട് കുറച്ച് ഗരം മസാല ഒക്കെ ഇടാക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെയാണ്. ഇതിലേക്ക് ഞാനിതാ ഇപ്പോൾ 2 കപ്പാണ് എൻ്റെ കയ്യിൽ ബീൻസ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം മാത്രമാണ് കുതിർത്തിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുത്ത എള്ള്, പിന്നെ പട്ട, 2-3 ഗ്രാമ്പ്, പിന്നെ ഒരു ബേ ലീവ്. അപ്പോൾ ഇത്രയും എടുത്തിട്ടാണുള്ളത്. ഇതൊന്ന് റോസ്റ്റ് ആക്കുക, അപ്പോൾ തന്നെ കറിക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള പകുതി ഉള്ളിയില്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. ഈ ഉള്ളിയിൽ കുറച്ച് മൂക്കണം കേട്ടോ, നല്ലൊരു റെഡിഷ് കളറാണ്. എന്നാൽ ഒരുപാട് അങ്ങോട്ട് മാറുകയും വേണ്ട. ഇപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ 3 ചെറിയ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഉടഞ്ഞ് കിട്ടണം, അതുവരെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർക്കാൻ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇടുന്നുണ്ട്. അത് നല്ല കളറായിട്ട് കിട്ടുന്നുണ്ട്, എരിവില്ലാത്തത് കൊണ്ട് തന്നെ. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് കേട്ടോ, ചെറിയ ജീരകയില്ലേ ആ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുക്കാക്കാം. ഇനി പിന്നെ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോകാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, ഈ ഉള്ളിയും തക്കാളിയും നല്ലോണം ഒന്ന് കുക്കായിട്ട് കിട്ടണം. എന്നിട്ട് വേണം ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെക്കുക. എന്നിട്ട് അതൊന്ന് കുക്കായിട്ട് വരട്ടെ. നമുക്ക് ടൊമാറ്റോ ഒക്കെ നല്ല കുക്കായിട്ട് വേണം. ഇപ്പോൾ ഇത് ഈ ബീൻസാണ് കേട്ടോ, നല്ല വലിയ ബീൻസ് ഇല്ലേ, ഇത് റെഡ് കളറുണ്ടും വൈറ്റ് കളറും ഉണ്ടാകും. റെഡ് കളർ കുറച്ചും കൂടി അധികം സമയം നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കേണ്ടി വരും. പക്ഷേ വെളുത്ത ബീൻസ് ഇല്ലേ അത് അത്ര നേരം കുതിർത്തിട്ട് വെക്കേണ്ട. ഞാൻ അരമണിക്കൂർ മാത്രമേ കുതിർത്തിട്ട് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഈ ഉള്ളിയും കുറച്ച് ബീൻസ് നമ്മൾ വേവിച്ചിട്ടില്ലേ, കാരണം അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ അത്ര തിക്ക് വരില്ല, നല്ലൊരു ലൂസായിട്ട് തന്നെ. അതിൻ്റെ വെള്ളം വേറെ, ബീൻസ് കറിയുടെ ബീൻസ് സെപ്പറേറ്റ് ആയിട്ട്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഈ ബീൻസിനാണ് ഇട്ട് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പതിയെ പറയാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, അധികം വെള്ളം വേണ്ട. ഇപ്പോൾ ഇത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്കില്ലേ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലും ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെക്കുക. മൂടിയിട്ട് ഞാനിതിൽ 4 വിസിൽ ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ടാണ് കുക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല കുക്കായിട്ടുണ്ട്. ഈ ബീൻസിൽ നല്ല ഉടഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഒരു 3-4 വിസിലെങ്കിലും ഇതിന് ഇട്ട് കൊടുത്തത്. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ നല്ല മാഷ് ആവണം. എന്നാൽ അധികം മാഷ് ആവാനും പാടില്ല. നമ്മുടെ ദാളിൻ്റെ അതിൻ്റെ ഒരു ടെക്സ്ചറിലല്ല ഇത് വേണ്ടത്. ഇതിൽ ബീൻസും കിട്ടണം, എന്നാൽ സെപ്പറേറ്റായിട്ട് കിട്ടാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്രൈ ആക്കിയ ഉള്ളിയും പിന്നെ ഇതിലേക്ക് ഈ തവിയിൽ 2 തവിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 2 തവിയാണ്. തവി എന്ന് വെച്ചാൽ മുഴുവനായിട്ടല്ല, ഇങ്ങനെ പകുതിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൊറിയൻഡർ ലീവ്സ് ഇല്ലേ, മല്ലിച്ചപ്പിൻ്റെ അതിൻ്റെ തണ്ട് മാത്രമാണ് കേട്ടോ ഇട്ടിട്ട് ഇങ്ങനെ അരച്ചു കൊടുക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് ഞാൻ ഇതൊന്ന് റണ്ണാക്കി എടുക്കുന്നുണ്ട്. ഒരു തിക്നെസ്സിന് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ കറിയിൽ തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ റോസ്റ്റഡ് ഓണിയൻ ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ കറിക്ക് നല്ല ഒരു മണം കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഇറച്ചിക്കറിയുടെ മണമാണ് കേട്ടോ. നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കാത്ത ആൾക്കാരല്ലേ, ഈ ബ്രാഹ്മണീസൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ് ഇതുപോലെ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് അവർ പപ്പടമോ അല്ലാന്നുണ്ടെങ്കിൽ വിനീഗറിലിട്ട് വെച്ചിട്ട് ഉള്ളിയുടെ കൂടെയാണ് കേട്ടോ അവർ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
അപ്പോൾ ഞാനിതൊരു വേറൊരു വീഡിയോയിൽ നോക്കിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിക്കാൻ ഞാനിത് പാത്രം ചേഞ്ച് ആക്കി. ആദ്യം കുക്കറിലായിരുന്നു കുക്കാക്കി എടുത്തത്, തിളപ്പിച്ച പക്ഷേ മൺപാത്രത്തിലായിരുന്നു. അപ്പോൾ ഇത് കറിയൊക്കെ തിളച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്, എരിവൊക്കെ പാകമായിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കൈ നിറയെ കൈപ്പിടി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കിയിട്ടുണ്ട്, കറി തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു കുറച്ച് നമുക്ക് കസൂരി മേത്തിയും കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മല്ലിച്ചപ്പിൻ്റെ ആ ഒരു കയ്പ ടേസ്റ്റില്ലേ, കസൂരി മേത്തിയുടെ കയ്പ ടേസ്റ്റും അതും കൂടി കിട്ടുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പപ്പടമോ ഉള്ളിയോ വിനീഗർ ഉള്ളിയായിട്ടോ ഉപ്പേരിയായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ കഴിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചോറിൻ്റെ കൂടിയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഇത്രയും കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.